ഇൻഷുറൻസ് എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആസ്പെക്റ്റ് ആയിട്ടുള്ള കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ പലർക്കും അറിയില്ല ഏത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം, ഏത് സമയത്ത് എടുക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് IRDAI രജിസ്റ്റേർഡ് ഫിനാൻസ് അഡ്വൈസർ മിസ്റ്റർ സ്റ്റാൻലി ചെറിയാനാണ്. സർ, എന്തൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് രണ്ട് തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഒന്ന്, നമ്മൾ നോർമലി നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസിൽ മെഡിക്കൽ ക്ലെയിം എന്നൊക്കെ പറയും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ബില്ലുകളൊക്കെ ക്യാഷ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ടോ പോകുന്ന ഒന്ന്. അടുത്തതാണ് ക്രിട്ടിക്കൽ ഇൽനെസ്. അത് വളരെ കുറവാണ് ആൾക്കാർക്ക് അറിയാവുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ക്രിട്ടിക്കൽ ഇൽനെസ്. എന്താണ് ക്രിട്ടിക്കൽ ഇൽനെസ്? ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ക്യാൻസർ റിലേറ്റഡോ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡോ അല്ലെങ്കിൽ ബ്രെയിൻ ആൻഡ് നെർവസ് റിലേറ്റഡോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിനോ ലിവറിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങൾക്ക് നമുക്ക് ഒരു ലംസം എമൗണ്ട് കിട്ടുന്ന ഇതിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനുകൾ. ഈ ക്രിട്ടിക്കൽ ഇൽനെസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എന്തായാലും അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഒന്ന് എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിം ഉള്ള ഒരാൾക്ക് ഒരു സ്ട്രോക്ക് വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. ആ ഇൻഷുറൻസ് കമ്പനികൾ ബിൽസൊക്കെ ഒന്നല്ലെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ടോ അത് ക്ലിയർ ചെയ്യുന്നു. അതൊരു ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ പെടുന്ന ഒരു രോഗമാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്, ബ്രെയിൻ ആൻഡ് നെർവസ് റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇൻഷുറൻസ് കവറേജ് കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ ഉണ്ട്, നമ്മൾ വീട്ടിൽ പോരും. അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് ഓഫ് ലൈഫ് മേ ബി ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനും കൂടി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്നത് കാരണം ഒരു സോ എമൗണ്ട്, മേ ബി 25 lakhs അല്ലെങ്കിൽ 50 lakhs നമുക്ക് ലംസം പേ ഔട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു തുകയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കയറുന്നു. ആ ക്യാഷ് കൊണ്ട് നമുക്ക് നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും സാധിക്കും. സ്റ്റാൻലി, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു IT ഇൻഡസ്ട്രിയിലാണ്. സ്വാഭാവികമായിട്ടും അവരെനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് ആ ഇൻഷുറൻസ് മതിയോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് അഡീഷണൽ ആയിട്ട് എടുക്കണം? നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ അതായത് നിങ്ങളുടെ അതൊരു സ്വന്തം ഇൻഷുറൻസ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കമ്പനി തന്നിരിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. പക്ഷേ നിങ്ങളത് ആ കമ്പനിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആ ഇൻഷുറൻസുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇൻഷുറൻസ് വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, മേ ബി നിങ്ങൾ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ റിട്ടയർ അല്ലെങ്കിൽ നേരത്തെ ഏർലി റിട്ടയർമെന്റ് എടുത്തെന്ന് വിചാരിക്കുക. നിങ്ങൾ നാട്ടിൽ പോയി സെറ്റിൽ ആവുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും സെറ്റിൽ ആവുന്നു. ആ സെറ്റിൽ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് ഒരിക്കലും കിട്ടില്ല, കാരണം അത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ കമ്പനിയുടെ ഇൻഷുറൻസ്, അതായത് കോർപ്പറേറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് തരുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എപ്പോഴും ഒരു പേഴ്സണൽ ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ കമ്പനി ഇരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ്, അതായത് ക്യാൻസർ റിലേറ്റഡോ സ്ട്രോക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡോ ഓർഗൻ റിലേറ്റഡോ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് തരികയുമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പേഴ്സണൽ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് വെക്കും. പുതിയതായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പുതിയതായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഷുറൻസ് കമ്പനി നമ്മളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ അവരുമായിട്ട് ടൈപ്പ് ആണോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അങ്ങനെ ടൈപ്പ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ പണ്ടെങ്ങാനും എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ കാര്യം മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത്, പോളിസി എടുക്കുന്ന സമയത്ത് അത് മെൻഷൻ ചെയ്ത് മാത്രം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഇല്ലാത്ത പക്ഷം നമുക്ക് ഫ്യൂച്ചറിൽ അത് ക്ലെയിം റിജക്ഷൻസ് നമുക്ക് സംഭവിക്കാം.